ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായാണ്. ഓട്സും ക്യാരറ്റും വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിനായി ഞാനിവിടെ 1 കപ്പ് റോൾഡ് ഓട്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് റോൾഡ് ഓട്സിന് പകരം നിങ്ങൾക്ക് ക്യുക്കോട്സ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ ഓട്സ് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയം വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് റോസ്റ്റ് ചെയ്യാതെയും ഉണ്ടാക്കാൻ, പക്ഷേ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ ഓട്സ് എല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഈ സമയത്ത് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് ആറി വരണം. ഇത് ചൂട് നന്നായി ആറിയതിന് ശേഷം ഞാനിവിടെ മിക്സിയുടെ ഒരു ജാർ എടുത്ത ശേഷം അതിനകത്തേക്ക് ചൂടാറിയ ഓട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിനകത്തേക്ക് ചേർക്കാനായി 1/2 കപ്പ് അളവിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തിരിക്കുന്നത്. മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പിന് 1/2 കപ്പ് അളവിൽ ഗ്രേറ്റഡ് ക്യാരറ്റ് ചേർത്തതിന് ശേഷം പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ക്യാരറ്റും ഓട്സും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിതിവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഒരു ബൗളിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ഉപയോഗിച്ച് ഒരുപാട് റെസിപ്പികൾ ഞാൻ വീട്ടിൽ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയ സമയത്ത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായി. അപ്പോൾ ആ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഓട്സ് ഈ ക്യാരറ്റ് കൂടെ ചേർത്തുണ്ടാക്കുമ്പോൾ ഇതിന് കറിയുടെ ആവശ്യമൊന്നുമില്ല, അല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഉരുട്ടി നോക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉരുളയാക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാനും കഴിയും. അപ്പോൾ ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇത് പുട്ടുണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു സ്റ്റീമർ എടുത്ത ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോൾ പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റിയാവും. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് ഓട്സിൻ്റെയും ക്യാരറ്റും പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിനകത്തേക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ രാവിലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. കഴിക്കാനാണെങ്കിൽ അതിലേറെ ടേസ്റ്റുമാണ്. പിന്നീട് ഒരു കുക്കറിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായി തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഈ സ്റ്റീമർ അതിന് മുകളിലായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ രീതിയിൽ പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വീട്ടിൽ ഡയബറ്റിക് ഉള്ളവർക്കെല്ലാം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ പുട്ട് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ ബാക്കിയുള്ള പുട്ടും ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നത് എങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.